നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകരും കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും കാത്തിരുന്ന ഏറ്റവും വലിയ വാർത്തയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 23ാം ഗഡു, മറുവശത്ത് കേരള ക്ഷേമ പെൻഷന്റെ ജൂൺ മാസ വിതരണം, കൂടാതെ ബഡ്ജറ്റിൽ പെൻഷൻ വർധനവിനെ കുറിച്ചുള്ള പ്രതീക്ഷകളും. ഈ വീഡിയോ മുഴുവനായും കാണുക, കാരണം ചെറിയൊരു പിഴവ് പോലും നിങ്ങളുടെ 2000 രൂപ തടയാൻ കാരണമായേക്കാം. അപ്പോൾ വീഡിയോ ആരംഭിക്കാം. 2019 ഫെബ്രുവരി 24-ന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് എല്ലാവർക്കും അറിയാം. ചെറുകിട കർഷകരെ സാമ്പത്തികമായി സഹായിക്കുക എന്നതാണ് ലക്ഷ്യം. ഓരോ വർഷവും 6000 രൂപ 3 ഗഡുക്കളായി നൽകുന്നു. ഓരോ 4 മാസത്തിലും 2000 രൂപ വീതമാണ് ലഭിക്കുന്നത്. ഇതുവരെ 22 ഗഡുക്കൾ വിതരണം ചെയ്തു. ഇപ്പോൾ വരുന്നത് 23ാം ഗഡുവാണ്. കർഷകർ ഏറെ നാളായി കാത്തിരുന്ന തീയതി ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. PM കിസാന്റെ ഒഫീഷ്യൽ എക്സ് അഥവാ ട്വിറ്റർ, പഴയ ട്വിറ്റർ അക്കൗണ്ടിൽ അവരുടെ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2026 ജൂൺ 20-ന് യോഗ്യരായ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2000 രൂപ നേരിട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി എത്തും. ഇത് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ബാങ്കിൽ ലഭിക്കുന്ന തുകയാണ്. രേഖകൾ ശരിയായ എല്ലാ ഗുണഭോക്താക്കൾക്കും, ഈ KYC പൂർത്തിയാക്കിയവർ, ഭൂമി രേഖ പരിശോധിച്ച ആൾക്കാർ, അതുപോലെ തന്നെ ആധാർ ബാങ്ക് ബന്ധിപ്പിച്ചവർ, ബാങ്ക് വിവരങ്ങൾ കൃത്യമായവർ, ഇവർക്കെല്ലാവർക്കും ലഭിക്കും. പലരും ശ്രദ്ധിക്കാത്ത ചില കാരണം ഗഡു ലഭിക്കാതെ പോവാം. ഈ KYC പൂർത്തിയായില്ല, ഇത് ചെയ്യാത്തവർക്ക് പണം തടയാം. കർഷക ID പിശക്, രജിസ്ട്രേഷൻ വിവരങ്ങൾ തെറ്റുണ്ടെങ്കിൽ ഗഡു ലഭിക്കില്ല. അതുപോലെ ബാങ്ക് വിവരങ്ങൾ തെറ്റ്, അക്കൗണ്ട് നമ്പർ മാറിയിട്ടുണ്ടോ, IFSC മാറിയോ, അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പണം തിരികെ പോകാം. ഇങ്ങനെയുള്ള കാരണങ്ങളെല്ലാം ഉണ്ട്. ആധാർ പേരും ബാങ്കും വ്യത്യാസം വരുന്നത്, ആ ഒരു അക്ഷരത്തിന്റെ വ്യത്യാസം പോലും പ്രശ്നമാവാം. ലാൻഡ് സീഡിംഗ് പൂർത്തിയായിട്ടില്ല, ഭൂമിയുടെ രേഖകൾ സർക്കാർ പരിശോധിച്ചിട്ടില്ലെങ്കിൽ ഗഡു തടയാം. പഴയ ഗഡു ലഭിക്കാത്തവർ ശ്രദ്ധിക്കുക. സാങ്കേതിക കാരണങ്ങളാൽ പഴയ ഗഡു ലഭിക്കാതിരുന്നാൽ പിന്നീട് പിശക് തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ തവണ നിലവിലെ 2000 രൂപയോടൊപ്പം പഴയ കുടിശ്ശികയും ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റാറ്റസ് പരിശോധിക്കുക വളരെ പ്രധാനമാണ്. ആദ്യം PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റ് തുറക്കുക, ഫാർമേഴ്സ് കോർണർ തിരഞ്ഞെടുക്കുക, നോ യുവർ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ നമ്പർ നൽകുക, ക്യാപ്ച കോഡ് നൽകുക, സബ്മിറ്റ് അമർത്തുക. അപ്പോൾ നിങ്ങളുടെ മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ KYC സ്റ്റാറ്റസ്, ആധാർ ലിങ്ക് ആണോ, ബാങ്ക് സ്റ്റാറ്റസ്, ഭൂമി പരിശോധന, ഗഡു റിലീസ് വിവരങ്ങൾ, ഇവയെല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ജൂൺ 20-ന് മുൻപ് നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവയെല്ലാം. ഈ KYC, അതുപോലെ ആധാർ ബാങ്കുമായി ബന്ധിപ്പിക്കുക, ബാങ്ക് IFSC ശരിയാണോ എന്ന് പരിശോധിക്കുക, മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക, ഭൂമി വിവരങ്ങൾ പരിശോധിക്കുക. ഇനി കേരള ക്ഷേമ പെൻഷൻ വാർത്തയിലേക്ക് പോവാം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്ന ജൂൺ മാസ പെൻഷൻ സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോവാം. ജൂൺ മാസ തീയതി പ്രഖ്യാപിച്ചോ എന്ന ചോദ്യമുണ്ട്. ധനവകുപ്പ് ഇതുവരെ ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ മുൻ മാസങ്ങളിലെ വിതരണ രീതി പരിശോധിക്കുമ്പോൾ ജൂൺ മാസത്തിന്റെ അവസാന ആഴ്ചയിൽ വിതരണം ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് ജൂൺ 25-ന് സമീപം വിതരണം ആരംഭിച്ചേക്കാം. ബഡ്ജറ്റ് നമ്മുടെ ജൂൺ 19-നാണ് ബഡ്ജറ്റ് വരുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റ് ജൂൺ 19-ന് അവതരിപ്പിക്കും. ഈ ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷനെ സംബന്ധിച്ച നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ ഔദ്യോഗിക പ്രഖ്യാപനം, അതായത് 3000 രൂപ വർദ്ധിക്കുമോ എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ബഡ്ജറ്റിന് ശേഷം മാത്രമേ അന്തിമ തീരുമാനം അറിയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വിശ്വസിക്കരുത്. പെൻഷൻ 3000 ആവുന്ന, അങ്ങനെ ഒരുപാട് തംബ്നെയിൽസ് നമ്മൾ കാണാറുണ്ട്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും പെൻഷൻ 3000 ആവുമെന്നെല്ലാം പ്രചരിക്കുന്നുണ്ട്. അത് വിശ്വസിക്കരുത്. നിലവിൽ ലഭിക്കുന്ന പെൻഷൻ പ്രതിമാസം 2000 രൂപയാണ് ലഭിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിലൂടെയും സഹകരണ ബാങ്കുകൾ വഴിയും വിതരണം തുടരുന്നുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പെൻഷൻ തുടരണമെങ്കിൽ പുതുക്കിയ വരുമാന സർട്ടിഫിക്കറ്റ് സമയത്ത് സമർപ്പിക്കണം. അവസാന തീയതി ജൂൺ 30 പറയുന്നത്. സമർപ്പിക്കാത്തവർക്ക് പെൻഷൻ താൽക്കാലികമായി തടസ്സപ്പെടാം. പലരും ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ലാത്ത ചില കാര്യമാണ്, ഒരു പ്രധാന കാര്യമാണ് ബയോമെട്രിക് മസ്റ്ററിംഗ്. അക്ഷയ കേന്ദ്രം വഴിയോ സേവന പോർട്ടൽ വഴിയോ അത് നിങ്ങൾക്ക് ചെയ്യാം. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് പെൻഷൻ വൈകാൻ സാധ്യതയുണ്ട്.
അതുപോലെ ഇനി വീട്ടിലെത്തിക്കുന്ന പെൻഷൻ. പല ഗുണഭോക്താക്കൾക്കും സഹകരണ ജീവനക്കാർ വഴി വീടുകളിൽ എത്തി പെൻഷൻ നൽകുന്ന രീതിയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ബാങ്ക് DBT വഴിയും ലഭിക്കുന്നുണ്ട്. രണ്ട് പദ്ധതികളിലെയും പൊതുവായ നിർദ്ദേശം ഞാൻ പറഞ്ഞുതരാം. രേഖകൾ കൃത്യമാക്കുക, ആധാർ പരിശോധിക്കുക, ബാങ്ക് വിവരം അപ്ഡേറ്റ് ചെയ്യുക, മൊബൈൽ നമ്പർ ശരിയാക്കുക, സമയപരിധി നഷ്ടപ്പെടുത്തരുത്. സുഹൃത്തുക്കളെ, PM കിസാൻ 23ാം ഗഡു ജൂൺ 20-ന് ലഭിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ വിതരണം മാസാവസാനത്തോടെ, അതായത് 25-ാം തീയതി എന്നൊരു തീയതിയാണ് പറയുന്നത് പല മാധ്യമങ്ങളും. അതുപോലെ തന്നെ ജൂൺ 19-ന് ബഡ്ജറ്റിൽ പെൻഷൻ വർധനവിനെ കുറിച്ചുള്ള നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന് എല്ലാവരും കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഒരു കർഷകനോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവോ ആണെങ്കിൽ ഈ വീഡിയോ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നിർബന്ധമായും ഷെയർ ചെയ്യുക. കാരണം ഒരു ചെറിയ രേഖ പിശവ് പോലും 3000 രൂപ അല്ലെങ്കിൽ 2000 രൂപ നഷ്ടപ്പെടാൻ കാരണമാവാം. ഇത്തരം പുതിയ സർക്കാർ പദ്ധതികളും പെൻഷൻ അപ്ഡേറ്റുകളും കൃത്യമായി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ വഴി കാണാൻ സാധിക്കുകയുള്ളൂ. ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.